ഞങ്ങളുടെ വീട്ടിലെടുത്ത് പുതിയതായിട്ടൊരു പച്ചക്കറി കട ഉദ്ഘാടനം ചെയ്തിട്ടാ. ബീട്രൂട്ടൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു. കിലോ 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെന്ന് 1 കിലോ അങ്ങ് മേടിച്ചിട്ട് വന്നു. 1 കിലോ എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബീട്രൂട്ടായിരുന്നു. തോരൻ വെച്ചും മെഴുക്കുവരട്ടിയൊക്കെ മടുത്തു. കുറേ ബാക്കി വന്ന് എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ വിചാരിച്ചൊരു അടിപൊളി ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന്. അപ്പം പല സ്ഥലത്തും ഇത് പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാൻ ദേ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം ബീട്രൂട്ട് ദേ ഈ വലിപ്പത്തിലരിഞ്ഞ് കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കാൻ വെക്കണം. ഒരു ദിവസം ഞാനിത് പച്ചയ്ക്ക് വെച്ചിട്ട് ഇതിൻ്റെ പച്ച ചവയ്ക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര കുത്തലായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി ബീട്രൂട്ട് ഒന്ന് വേവിച്ചിട്ടേ വെക്കാമെന്ന്. ഞാൻ ഈ റെസിപ്പി ഒന്നും എവിടെ നോക്കിയൊന്നും പഠിച്ചൊന്നുമല്ല കേട്ടോ. എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അങ്ങനെ വേവിച്ച ബീട്രൂട്ടിൻ്റെ ചാറ് നമ്മൾ കളയരുത്. അതിലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ ഗ്രേവി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതേ പാത്രം തന്നെ കഴുകി അടുപ്പത്ത് കയറ്റി കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് ആ കടുക് പൊട്ടി കറിവേപ്പില ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെള്ളം, അതായത് ഈ ബീട്രൂട്ടും മുളക് പൊടിയും മിക്സ് ചെയ്ത ആ ഒരു ബാറ്റർ അതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ നടുക്കോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കായപ്പൊടി വിതറണം. കായപ്പൊടി വിതറിയതിന് ശേഷം നമ്മൾ കുറേ നാളിത് വെച്ചേക്കണമെങ്കിൽ ഇച്ചിരി വിനാഗിരിയൊക്കെ ചേർക്കണമല്ലോ. അങ്ങനെ ആ പാത്രത്തിൽ തന്നെ ഇത്തിരി വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത അടിപൊളി ബീട്രൂട്ട് അച്ചാർ ദേ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് വേവിക്കുമ്പോൾ ഉപ്പിടാൻ പ്രത്യേകം